അഖിൽ മാരാര് ഉം. സ്ത്രീകളുടെ ഗർഭകാലത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒരു പോഡ്കാസ്റ്റിൽ പറയുകയാണ്. സത്യത്തിൽ പറയുന്നത് ശരിയാണോ? അത്രത്തോളം വളരെ സുഖകരമായ ഒരു കാലാവസ്ഥയാണോ ഗർഭകാലം? അതിപ്പോൾ പഴയ കാലത്തെയും കോട്ട് ചെയ്തുകൊണ്ട് അഖിൽമാരാർ പറയുന്നുണ്ട് അതിൽ. അത് ഇപ്പോഴത്തെ പ്രസവത്തെയും കുറിച്ചും പറയുന്നുണ്ട്. ഉം. എനിക്കും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പണ്ട് കാലത്തുള്ളവർ പ്രസവം വളരെ എളുപ്പത്തിൽ പ്രസവം ഏത് കാലഘട്ടമായാലും പ്രസവം എങ്ങനെയാണെന്ന് നമുക്ക് രണ്ട് സ്ത്രീകളാകുമ്പോൾ നമുക്കറിയാം. അതെ, അതെ. കാരണം ആ റൂമിൽ ഒറ്റയ്ക്ക് കാരണം നമ്മൾ അത്രയും 9 മാസം നമ്മുടെ കൂടെയുള്ളവരൊന്നും ഇല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നാം പ്രസവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകൾക്ക് പേടിയാണ് പൊതുവേ. അതെ, അതെ. നമുക്കൊരു ധൈര്യമുണ്ട്, എന്നാൽ പോലും പ്രസവിക്കാൻ കയറുമ്പോൾ ഉള്ള ആ ഒരു മൊത്തത്തിലുള്ള ചേഞ്ചും നമുക്ക് ഇതുവരെ ഇല്ലാത്ത പെയിനും ഒക്കെ വരുമ്പോൾ പലർക്കും പല രീതിയിലും കേട്ടോ പെയിൻ, അതും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവിച്ച പെയിൻ എൻ്റെ അനീത്തിയുടെ പ്രസവത്തിന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് വളരെ ഈസി ആയിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആ ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ അടുത്ത് നിന്ന പിന്നെ ഡോക്ടറിൻ്റെ കയ്യെ പിടിച്ച് ഞാൻ ഞെരിച്ച് വരച്ച് ഒടിച്ചെന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയും. കാരണം അത്രയ്ക്ക് ബഹളമായിരുന്നു ഞാനവിടെ. ഉം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ അഖിൽ മാരാരിനെ ഈ വിഷയത്തിനെ നമ്മളിങ്ങനെ വളരെ എന്താ പറയുക, ഏതൊക്കെ ഒരു അറ്റം വരെ പോവാമോ ആ അറ്റം വരെ പോകുന്ന രീതിയിൽ, അത്ര മോശമായിട്ടുള്ള രീതിയിലാണ് അഖിലിനെ അത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഉം. പക്ഷെ എനിക്ക് തോന്നുന്നത് അഖിൽ ഉദ്ദേശിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉം. ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ പണ്ട് വീട്ടിൽ പ്രസവിക്കുന്ന അമ്മമാരായിരുന്നു, ഒന്നും സംഭവിക്കാറില്ലായിരുന്നു ഉം. പൊതുവെ. നോർമൽ അത് കഴിഞ്ഞ് ഒരു ഇടക്കാലങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് മാറി. അപ്പോഴും കൂടി വന്നാൽ പണ്ടൊക്കെ ഒരു 10 വർഷത്തിനുള്ളിൽ 10,000-5,000 രൂപയോ അല്ലെങ്കിൽ ഒരു 5,000 രൂപ താഴെയിൽ തീരുന്ന ഒരു പ്രസവം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? 3 ലാഖിൽ അപ്പുറം അപ്പുറം പോകുന്നുണ്ട്. പോകുന്നുണ്ട്. മിനിമം ഏറ്റവും കുറഞ്ഞത് ഇതിപ്പോൾ ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊരു ഹോസ്പിറ്റലിൽ പോലും 1,00,000 രൂപ 1,00,000 രൂപ താഴെ പോട്ടെ, ഒരു 65 രൂപയെങ്കിലും ഉണ്ടാവും. ഉം. അങ്ങനെ അതൊരു ബിസിനസ്സായി മാറി. ആ ബിസിനസ്സിനെയായിരുന്നു ശരിക്ക് അഖിൽ ഉദ്ദേശിച്ചത് എനിക്ക്. കാരണം ഈ എല്ലാ അറ്റ്മോസ്ഫിയറും ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ കാണിച്ച് ഇതിന് വേണ്ടി പ്രത്യേകം പാക്കേജുകളുണ്ടാക്കി പ്രസവിക്കാനായിട്ട് മറ്റേ ഈ വിദേശത്തെ പോലത്തെ റിസോർട്ടുകളിലെ സെറ്റപ്പും ഒരു റൂം തന്നെ എന്താ പറയുക ഹൈ ലെവലിലാക്കി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ്. അതിനെയാണ് ഒരു പക്ഷേ അഖിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അഖിൽ കാരണം മാരാരുടെ ഒരു പോസ്റ്റ് അതിന് ആ ശേഷം വന്നു ബബിതെ. അപ്പോൾ അതില് ഇപ്പൊ ബബിത പറഞ്ഞിട്ടുള്ള കുറച്ച് ഉം, കാര്യങ്ങൾ ഉം, അതിലുണ്ട്. ഞാനത് വായിക്കാം. അത് അതെല്ലാവരും അറിയണം. ഉം, കാരണം ഈ 10 മാസം സ്ത്രീയുടെ ഉം, ഗർഭകാലത്തെ കച്ചവടമാക്കി വയർ കുത്തിക്കീറി ഉം, പണം കീശയിലാക്കാൻ നടക്കുന്ന ചെന്നായകളെ തിരിച്ചറിയണം. ഉം, ഇതിനു മുമ്പ് കുറച്ചുണ്ട് കേട്ടോ. ഞാനത് ഉം, ഷോർട്ട് ഉം, ചെയ്ത് ഉം, വായിക്കുന്നേ ഉള്ളൂ. ഒരു സ്ത്രീ സ്വാഭാവിക പ്രസവത്തിലേക്ക് പോകാതിരിക്കണം എങ്കിൽ എന്ത് വേണം? ഉത്തരം ലളിതമാണ്. 1, പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചാൽ സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് പറഞ്ഞിട്ട് ഭയം സൃഷ്ടിക്കുക. ഉം, 2, മാനസിക സംഘർഷം സൃഷ്ടിച്ച് അവൾക്ക് പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഉം, 10,000 രൂപയ്ക്ക് തീരേണ്ട ഒരു ഗർഭകാലം 2 മുതൽ 3 ലക്ഷം വരെ ആശുപത്രിയിൽ നൽകി സ്വന്തം ശരീരം ഇല്ലാതെയാക്കി സ്ത്രീ അമ്മയാകുന്ന അവസ്ഥ ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ഉം. നിങ്ങൾ എന്നെ പരിഹസിച്ചു എന്താണ് പുതുതലമുറയിലെ പെൺകുട്ടികളോട് പറഞ്ഞു വെക്കുന്നത്? ഉം. അപ്പോൾ ഇതൊക്കെ പറയുകയാണ്. ഇതിപ്പോ അഖിൽമാരാരുടെ പോസ്റ്റാണിത്. പ്രജിത ഇപ്പൊ പറഞ്ഞു, ഞാനിത് കണ്ടിരുന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു. കാരണം അതെ. ഇത് ശരിക്ക് കച്ചവടമാണ്. കാരണം ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ അന്വേഷിക്കും. കാരണം പെട്ടെന്നൊരാവശ്യം വന്നാൽ എവിടെ പോവും. പക്ഷേ അവരിപ്പോൾ ഒരു പാക്കേജാണ് പറയുന്നത്. ഈ പാക്കേജ് അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഈ ജാതി മതം ഇങ്ങനെ മാറ്റുന്ന പോലെ തന്നെ കാശുള്ളവർക്ക് നല്ല രീതിയിൽ പ്രസവിക്കാം അങ്ങനെയുള്ളതുണ്ടോ? പ്രസവം എന്നും ഒന്ന് തന്നെയാണ്. അതെ. ശരിയല്ലേ? അതിന് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോ ഇപ്പം നമ്മൾ അഖിൽ കണ്ടില്ലേ, എത്രയോ വ്ളോഗർമാർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അവരൊക്കെ പ്രസവം ഒരു ആഘോഷമായിട്ട് യൂട്യൂബിൽ അതെ കാണിക്കുന്നില്ലേ? പോവുകയാണ്. ആ അതിനു വേണ്ടി പ്രസവിക്കാൻ പോകും, മാത്രം പിന്നെ ഭർത്താക്കന്മാർ കൂടെ നിൽക്കുന്നു. നിൽക്കുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെയാണ് ഒരു കച്ചവടം ചോദിക്കട്ടെ. എന്ന് ഉദ്ദേശിച്ചത് അഖിൽ ശരിക്കും. അതെ. കാരണം അതിന് അഖിലിനെ പോലെ ഒരാൾ എപ്പോഴും അല്ലെങ്കിൽ അഖിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്ന അഖിൽമാരാരെന്ന് പറയുന്നത് എങ്ങനെയാണ്?
അഖിൽ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരാൾ എപ്പോഴും പച്ചയായ മനുഷ്യനാ. പച്ചയായ ഒരു ഉള്ളത് പച്ച മലയാളി തുറന്നങ്ങ് അങ്ങ് പറയും. പറയും. പുള്ളി ഉദ്ദേശിച്ചത് എന്താ, അത് ഇച്ചിരി ആലങ്കാരികമായിട്ട് പുള്ളി അതങ്ങ് പറഞ്ഞു അതിന്റെ ആളുടെ ത്രൂട്ട് രീതി അതും കൂടിയാണ്. രീതി ഓപ്പൺ ആയിട്ട്. കാരണം എൻ്റെ അമ്മയും അമ്മൂമ്മയും ഇന്ന പണ്ട് ഇങ്ങനെ ഏതാണ്, കാരണം ഒരു മലയാളിയെ സംബന്ധിച്ച് ഏതൊരു കാളിയോട് ചോദിച്ചാലും അന്നത്തെ ഒരു നാട്ടിൻപുറത്തുകാരനോട് ചോദിക്കുമ്പോൾ പറയും, നമ്മളോട് പറയണത് എന്താ, എൻ്റെ അമ്മൂമ്മ പണ്ട് മറ്റേ അതെ, നെല്ല് ഇന്നലെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവിക്കും എന്ന് പറയും. ഇതൊരു നാട്ടിൻപുറത്തെ ഒരു ലാംഗ്വേജ് ആണത്. കാരണം അത് അവിടുത്തെ ഒരു സംസാരമാണ്. ചെറുപ്പം തൊട്ടേ ആളുകൾ ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ പ്രസവിക്കുന്ന അമ്മമാരും ഇന്നത്തെ സ്ത്രീകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുണ്ട്. ഇത് ഇപ്പോ ഒരു കച്ചവടമാണ് എന്നാണ് അഖിൽമാരാർ അഖിലാര് പറയുന്നത്. ഉദ്ദേശിച്ചത്. ഈ പക്ഷെ അഖിൽമാരാർ പറയുമ്പോൾ അതിന് വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു രീതി എന്താണെന്നുള്ളത്, ചിന്തിച്ചത് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ബബിത അത് പറയും വരെ ഞാനത് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാനൊരു സ്ത്രീയാണ്, ഞാനും വിചാരിച്ചു ഗർഭകാലം എന്ന് പറയുന്നത് അത്ര വളരെ സന്തോഷത്തോടു കൂടി സന്തോഷമായിരിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അതൊരു രോഗാവസ്ഥയല്ല. നമ്മൾ ആശിച്ച് മോഹിച്ച് ഒരു അതെ, കുട്ടിയെ നമ്മളിപ്പോ നമ്മുടെ കയ്യിലേക്ക് ഇപ്പൊ ഈ കിട്ടാൻ പ്രഗ്നൻസി സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ആ ടൈമിൽ നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ്, വിഷമം, അല്ലെങ്കിൽ 9 മാസം അനുഭവിച്ച സ്ട്രെസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കുഞ്ഞിനെ കാണുമ്പോൾ അത് അവിടെ തീരുവാ. തീരും. ശരിയല്ലേ? ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി മേനോൻ, ഉം. ഞാൻ ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ നിറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ലക്ഷ്മി മേനോൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അവരതിൽ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ദിനോസറിനെ പോലെ എന്തോ ആണ് ഞാൻ നടന്നിരുന്നത്. ആർത്തവ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽമാരാർക്ക് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനും വളരെ പുരോഗമനവാദിയായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് പറയുന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന ആർത്തവ വേദന തന്നതും ഇത് ഓരോ സ്ത്രീക്കും ഓരോ തലത്തിലും ഓരോ തരത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ലക്ഷ്മി മോനോൻ അടക്കമുള്ള ആളുകൾ അഖിൽമാരാരെ എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു എന്ന് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒറ്റ കാര്യമാണ്. ഒന്ന്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അഖിൽമാരാർ പലരുടെയും നോട്ടപ്പുള്ളിയാണ്. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഖിൽമാരാർ കാൻഡിഡേറ്റ് ആയിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതാണ്, പ്രത്യേകിച്ച് NDAയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അതോടുകൂടിയാണ് ഈ വിഷയം ഇത്രത്തോളം വഷളാക്കാൻ നോക്കുന്നത്. പിന്നീട് അഖിൽ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും വിവാദമാക്കിക്കൊണ്ടിരിക്കുക. കാരണം അഖിൽ എന്ന വ്യക്തിയെ NDAയുടെ സ്ഥാനാർത്ഥിയായി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പക്ഷെ വേറെ ഏതൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇതിനേക്കാൾ മോശം പറയുന്ന സ്ഥാനാർത്ഥികളുള്ള നാടാണിത്. അതെ, സ്ത്രീകളെയും സ്ത്രീത്വത്തെ അവമാനിച്ചിട്ടുള്ളവരുണ്ട്, ഇല്ലേ? ഉണ്ട്. നിന്റെ എന്താ പറയുക, സൂക്ഷിച്ചില്ലേ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കും തരാം എന്ന് പറയുന്ന നേതാക്കന്മാരുള്ള നാടാണിത്. അതിലൊന്നും ഇത്രത്തോളം വഷളത്തരമൊന്നും ഇല്ലായിരുന്നു. എത്രത്തോളം ആരോപണ വിധേയരായിട്ടുള്ളവരാണ്, തീവ്രത അളക്കുന്ന മിഷനുള്ള നാടാണിത്. അതെ, അങ്ങനെ പറയുന്ന നേതാക്കന്മാരുള്ള അതിനെക്കുറിച്ച് അവര് പറയില്ല. അത് മൗനമാണ്, മനഃപൂർവ്വം മൗനം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഈ പറയുന്ന ഇപ്പം ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ ഒരു കാലത്ത് ഇവിടുത്തെ സ്ത്രീ കച്ചവടം, അതായത് സിസേറിയൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 5-8 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സിസേറിയൻ ഉണ്ടായിരുന്ന കാലമുണ്ട്. അതിനെല്ലാം ആയിരിക്കും അഖിലും പറഞ്ഞതെന്നാണ് എനിക്കെന്നും മനസ്സിലായത്. കാരണം അതൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുവാണ്. ശരിയാണത്. ഇന്നിപ്പം നമുക്കിത് ഇപ്പം നമ്മൾ ഇന്നിരിക്കുന്ന എറണാകുളം സിറ്റിയുടെ ഉള്ളിൽ തന്നെ എത്രയോ ഈ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എത്രത്തോളം ഉണ്ട്, ശരിയല്ലേ? എത്ര ഹോസ്പിറ്റലിൽ മുമ്പ് പറഞ്ഞതുപോലെ പാക്കേജ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പ്രസവത്തിന് മാത്രമായിട്ട് ഡെലിവറി പാക്കേജുകളുണ്ട്. പല സെലിബ്രിറ്റികളുടെയും യൂട്യൂബേഴ്സിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഗർഭകാലങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റും, അവർ ആ ഹോസ്പിറ്റലിനെ ബ്രാൻഡ് ചെയ്ത് പോകും. ഇതെല്ലാം ഇതൊക്കെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. എനിക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ മനസ്സിലായി. നോർമലി ഒരു സ്ത്രീ പ്രസവിക്കുന്ന, ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ഒരു റീലാണ്, ഭാര്യയും ഭർത്താവും ചേർന്ന് ചെയ്യുകയാണ്. അമ്മ ഞങ്ങളൊന്ന് സന്തോഷിച്ചിട്ട് വരാം, അതായത് ഗർഭിണിയാണ്. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചിട്ട് വരാം എന്ന് പറയും. ഞങ്ങൾ ആ സന്തോഷത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നു. പിന്നീട് കുട്ടിയെ കാണിക്കുന്നു. കുട്ടിയെ കാണിച്ചതിന് ശേഷം പറയാം, അമ്മ ഒന്ന് കുറച്ച് അരി എടുത്ത് വെക്കണേ, എനിക്ക് മുട്ടി നിൽക്കുകയാണ് അരി ഇടിക്കാൻ. എന്താണ് കാര്യം? അഖിൽമാരാർ ഈ പറഞ്ഞതാണ്. അതായത് പണ്ട് നമ്മുടെ കാലത്ത് ഇവരെല്ലാം പാശ്ചാത്യം ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണല്ലോ. എനിക്കറിയില്ല, ഞാൻ മെഡിക്കലി അത്ര എനിക്കറിയാത്ത കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ ഫോറിനേഴ്സ് ആരും
പ്രസവത്തിന് ശേഷം ഉം, ഇത്രയും നാള് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നില്ല, ശരീരത്തിന് വേണ്ടുന്ന ഉം, മരുന്നുകൾ കഴിക്കുന്നില്ല. അവർ നോർമലി സാധാരണ എങ്ങനെ ഒരു ഡേ ടു ഡേ ലൈഫ് കടന്നു ഉം, പോകുന്നുണ്ടോ അതിലേക്കാണ് പോകുന്നത്. അതേസമയം നമ്മുടെ ഭാരതത്തിലാണ് ഗർഭിണിക്ക് കൃത്യമായ പ്രസവ ശുശ്രൂഷ അടക്കം നടത്തുന്നതും ഉം, അവളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഒക്കെ നമ്മുടെ ഉം. നാട്ടിലല്ലേ. അപ്പൊ അതിന് ഇവരെന്തെങ്കിലും പറയൂ? അതിന് ഇവരെന്തെങ്കിലും കാരണം അത് പറയാൻ കഴിയുമോ? പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അഖിൽമാരാരെ പറയുമ്പോഴാണല്ലോ ഈ വിവാദമാവണത്. ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ അറിയാം, കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും ഒരുപാട് ചികിത്സ ഈ കൂണുകൾ പോലെയാണ് സലൂണുകൾ പൊങ്ങുന്നത് ആ സമയത്ത്. അതുപോലെ പിന്നെ കർക്കിടക കൂട്ട്, ഈ മരുന്നുകളെല്ലാം കൂട്ടായിട്ട് വെച്ച് കറക്റ്റായിട്ട് ചെയ്തു തരുന്ന പാക്കറ്റുകളാണ് ഇപ്പോൾ ഈ വരുന്നതെല്ലാം. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഈ, അതായത് നമ്മളുടെ പണ്ടത്തെ ജീവിത രീതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അമ്മമ്മ അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അവിടെ 10ഉം 20ഉം പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവും. ആ 10 പേര് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുക. അതായത് ഇന്നിപ്പോൾ ഒരു പേരമ്മ നമ്മുടെ, അല്ലെങ്കിൽ ഒരു വല്യമ്മ ഉണ്ടെങ്കിൽ ആ വല്യമ്മയുടെ പ്രസവം എടുക്കുമ്പോൾ അടുത്ത അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയും അടുത്ത ആളുടെ വൈഫ്. അപ്പോൾ അതൊരു അങ്ങനെ ഒരു വളരെ കൂട്ടായിട്ട് ജീവിച്ച ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ജീവിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും ആയിരുന്നില്ല. ഇപ്പൊ അപ്പോൾ ഉള്ള ഈ അതൊക്കെ അണുകുടുംബമൊന്നും അല്ല. ഇപ്പോ അണുകുടുംബം. സത്യത്തിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ശരിക്കും നിലവിൽ നമ്മൾ നോക്കി, ഒന്ന് പ്രഗ്നൻ്റ് ആയി, ഇപ്പം ഞാനും പ്രസിദ്ധ ഉൾപ്പെടെയുള്ള ടൈമിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അധികം വർക്ക് ചെയ്യുമായിരുന്നു. വളരെ നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ് അപ്പോഴും. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ല. അവരൊരു ദൈവീകമായിട്ട് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നുള്ളവർ കാണുന്നില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി അത് ഫ്ലെക്സിബിളായിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ സ്ത്രീകൾ കണ്ടു തുടങ്ങി. സത്യത്തിൽ അഖിൽമാരാർ ഉം, പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒറ്റ കാര്യം ഇത്രയല്ലേ ഉള്ളൂ ബബിത. അതായത് ഇന്നത്തെ കച്ചവടം ഉം, ഗർഭകാലത്തെ ഒരു കച്ചവടമാക്കി മാറ്റുന്ന ഒരുപാട് പേർക്കെതിരെയാണ് ഈ ഉം, പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്നതിൽ ഈ ലക്ഷ്മി മേനോൻ അടക്കമുള്ളവർ, ഉം. ലക്ഷ്മി മേനോനെ ഞാൻ കാണുന്നത് കേരള സ്റ്റോറി 2 ആ ഇറങ്ങിയ കേരള സ്റ്റോറി സമയത്ത് 2 ഇറങ്ങിയപ്പോൾ ബീഫ് ഇതേപോലെ. കുത്തിക്കയറ്റി തീറ്റിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഉം, ആക്ഷേപവുമായിട്ട് എത്തിയതാണ്. അത് ലക്ഷ്മി മേനോൻ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. ഉം, പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷിയാസ് കരീം ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഉം, പൊതുസമൂഹത്തിൽ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നത് ഉൾപ്പെടെ. ഉം, അങ്ങനെ ബീഫ് കഴിക്കുന്നത് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു മെക്കിട്ട് കയറൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാഹോദര്യത്വവും മതേതരത്വവും ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉം, അവിടെ പന്നി മാംസവും ഭക്ഷ്യയോഗ്യമാണ്. അത് ഉം, കഴിക്കുന്നവരുണ്ട്. അതിനെയും നിങ്ങൾ ഇതുപോലെ തന്നെ പറയാൻ തയ്യാറാകണം. അപ്പോൾ ലക്ഷ്മി മേനോൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതിലേക്ക് വരാം. അത് പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന തരത്തിലാണ് അവർ വീഡിയോ ഉം, ചെയ്തത്. അതിനെ അനുകൂലിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് ലക്ഷ്മി മേനോന്റെ പാത പിന്തുടരുന്ന ഒരുപാട് പേരുണ്ട്. ഈ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള വിഷയത്തിലും ലക്ഷ്മി മേനോൻ ഇത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനെ പരിഹസിക്കുക, ഉം, ഒരു NDA കാൻഡിഡേറ്റ് ആയതുകൊണ്ട്, ഒരു BJP വിശ്വാസി, അതായത് അത് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒക്കെ പരിഹസിക്കുക. ഒരു ആൾ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ഉം, വേണം. ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോഴും ബബിതയോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ ആംഗിൾ ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. അതിനുശേഷമാണ് അഖിൽമാരാറുടെ പോസ്റ്റ് എൻ്റെ ഉം, കണ്ണിൽ പെടുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖിൽമാരാരുടെ ഗർഭം വിവാദവുമായിട്ട് ഉം. കൊണ്ടുവരാനും അതിലൂടെ ഇനി ഇകഴ്ത്താനും ഒക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ കൃത്യമായ അജണ്ട ഇന്ന് ഉണ്ട്. കാരണം അഖിൽമാരാർ ഇപ്പം എന്തിൻ്റെ ഭാഗമാണ്, അത്രയേ ഉള്ളൂ കാര്യം. അതെ, അല്ലാണ്ട് അഖിൽ പറഞ്ഞതിലെ ഈ പറയുന്ന എന്താണ് അഖിൽ ഉദ്ദേശിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതുണ്ടാക്കിയവർക്കും അറിയാം അഖിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇന്നിപ്പോൾ അഖിൽ ആരോടൊപ്പമാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ്, ഏത് പ്രസ്ഥാനത്തിനെ അനുകൂലിച്ച് നിൽക്കുന്നതാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതായത് ഒരു സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇത്. അഖിൽ ഇന്നും ഇന്നലെ അല്ല ഇത് തുടങ്ങിയത്. കാരണം അഖിൽ സാധാരണക്കാരനിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരനാണ്. കാരണം എല്ലാവർക്കും എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഏതൊരു അമ്മമാർക്കും സ്വന്തം മകനെ പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ചേട്ടനെ പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിനെ പോലെ. എനിക്ക് അഖിലിൻ്റെ ഒരു ലെറ്ററൊക്കെ ഇലക്ഷൻ സമയത്ത് ഒരു ചേട്ടൻ എഴുതുന്നതെന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഒക്കെ വോട്ടർമാർക്ക്, ആ വോട്ടർമാർക്ക് അത് എഴുതുന്ന ഒരിതൊന്നും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പോലും അതിന്ന് ആ ഒരു അതൊരു അത് വേറെ നല്ലൊരു ആരും ഐഡിയ വേറെ ചെയ്തിട്ടുണ്ടാവില്ല. ആരും ചെയ്തിട്ടില്ല. കാരണം അത് അഖിലിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം അത് വേറെ നമുക്കൊരു ആര് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഖിൽ ചേട്ടൻ എന്ന് എഴുതുമ്പോൾ
അത് നമുക്കത് കേൾക്കുമ്പോൾ അത് വളരെ ആ ഒരു ചേട്ടൻ എന്ന വാക്ക് നമ്മൾ നമ്മുടെ അത് ഫീൽ ചെയ്യും. ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരു ചേട്ടൻ എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചേട്ടൻ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ഒരാളായിട്ട് എനിക്ക് അഖിലിനകത്ത്, എനിക്ക് വ്യക്തിപരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അറിയില്ല, എനിക്കൊരു അടുപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്നാലും അഖിൽ വളരെ നല്ലൊരു ഉദ്ദേശത്തോടും അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ അതിൽ പുള്ളി പൊതുസമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ്. ആ പറഞ്ഞ ഒരു കാര്യത്തെ ഇത്രത്തോളം വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് എൻ ഏത് ഡി എയുടെ പ്രസ്ഥാനത്തോടൊപ്പം? ഒപ്പമായിരുന്നും ബി ജെ പി അനുഭാവി ആയതുകൊണ്ടും മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ.